ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ, സമയങ്ങളൊക്കെ എത്ര വിലപ്പെട്ടതാണ്. നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങളെ എണ്ണിക്കഴിക്കണമെന്നാണ് മോശ പറയുന്നത്. എണ്ണുവാനുള്ള ഒരു ജ്ഞാനമുള്ള ഹൃദയം എനിക്ക് നൽകണം. കാരണം ഓരോ ദിവസവും നമ്മുടെ ഉടയവന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടേതായ സ്വാർത്ഥത്തിലേക്ക് പോകാതെ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച ആ നാഥന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ്. കർത്താവിനെ സേവിക്കാൻ കഴിയുന്നതാണ് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് നമ്മൾ കണ്ടെത്തിയതല്ല, നമുക്ക് കൃപയാൽ നമുക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ കൂടുതലായി അറിയുന്നത് എത്ര ഭാഗ്യമാണ്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഏറ്റവും അടുത്താണ്. മാത്രമല്ല, കർത്താവ് വന്നു കഴിഞ്ഞാൽ നാം എപ്പോഴും അവനോടുകൂടി ആയിരിക്കുമെന്നാണ് 1 തെസ്സലോനിക്കർ 4:18 പറയുന്നത്. എപ്പോഴും അവിടുത്തോടു കൂടി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ആ കർത്താവിനോടുകൂടി ആയിരിക്കുന്നതിലുള്ള സന്തോഷം കണ്ടെത്തിയാൽ അതെത്ര ഭാഗ്യമായിരിക്കും. പലപ്പോഴും സമയം കഴിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം പലരും മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ ചെറിയൊരു ആയുസ്സിൽ തന്നെ നമ്മുടെ ഈ കർത്താവിലായിരിക്കുന്നതും കർത്താവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുന്നതുമായിട്ടുള്ള സന്തോഷം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ നമുക്ക് കർത്താവിൽ നിന്ന് ഒട്ടും അകന്നിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായില്ല. എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുന്നതായിരിക്കും ദൈവമക്കളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് അനേക ശ്രേഷ്ഠമായ പ്രസ്താവനകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മഹത്തരമായ 7 പ്രസ്താവനകളാണ്. ഒന്ന്, യോഹന്നാൻ 6:35 കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്പം കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ ജീവന്റെ അപ്പം കണ്ടിട്ടുണ്ടോ? ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ആ അപ്പം ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജീവൻ ലഭിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ, കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ജീവന്റെ, ദൈവിക ജീവന്റെ, നിത്യജീവന്റെ അവകാശികളായി തീരുമെന്ന് പറഞ്ഞതിന്റെ സാരം. വളരെ വിലപ്പെട്ട പ്രസ്താവനകള. വീണ്ടും കർത്താവ് യോഹന്നാൻ 8:12 പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ കർത്താവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അന്ധകാരത്തിലാണ്. എന്നാൽ നമ്മൾ കർത്താവിലായി കഴിഞ്ഞാൽ നമ്മളും ലോകത്തിന്റെ വെളിച്ചമായി തീരുകയാണ്. കർത്താവ് പറഞ്ഞതല്ലേ ശിഷ്യന്മാരോട് മത്തായി 5:14, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനായിത്തീരുന്നത് എത്ര ഭാഗ്യമാണ്. കാരണം അവിടെ നിന്നാണ് യഥാർത്ഥ വെളിച്ചം. ഇന്ന് ജനങ്ങൾ പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവരുടെ യാത്രയെക്കുറിച്ച് അവർക്കൊരു ലക്ഷ്യബോധമില്ല. എന്നാൽ ദൈവം നമുക്ക് ലക്ഷ്യബോധം നൽകിയിട്ടുണ്ട്. കാരണം നമ്മൾ വെളിച്ചത്തിലാണ് നടക്കുന്നത്, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആ പ്രസ്താവന എത്ര മഹനീയമാണ്. വീണ്ടും കർത്താവ് പറയുകയുണ്ടായി, ഞാൻ വാതിലാകുന്നു. ഈ പ്രസ്താവനയൊക്കെ മറ്റാർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ മാത്രമാണ് ദൈവത്തിങ്കിലേക്കുള്ള, കർത്താവ് മാത്രമാണ് ദൈവത്തിങ്കിലേക്കുള്ള ഏക വാതിൽ. ഇതൊക്കെ അറിയണ്ടേ? അപ്പോൾ വീണ്ടും കർത്താവ് അതേ യോഹന്നാൻ 10:9 പറഞ്ഞ കാര്യം, എന്നാൽ 10:11 പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നോക്കുക, ശരിയല്ലേ? ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മരിക്കാൻ വന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. എല്ലാവർക്കും അറിയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരായ നാം അത് അറിയുന്നില്ലേ? അതിനുള്ള നന്ദി നമുക്ക് ദൈവത്തോടുണ്ടോ? ഈ കർത്താവിനോടുണ്ടോ? അവിടെ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ചു. ക്രൂശിലെ മഹാസ്നേഹം, കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനശാലയാണ് ക്രൂശ് എന്നുള്ളത് ഒരിക്കലും ദൈവമക്കൾ മറക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു തന്നില്ലേ? അങ്ങനെയല്ലേ നാം ജീവൻ പ്രാപിച്ചത്? നോക്കുക, വീണ്ടും നമ്മൾ യോഹന്നാൻ 11:25 പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. നോക്കുക,
പറഞ്ഞതിന് സാരം, മരിച്ച ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. കല്ലറകളിലുള്ളവരെല്ലാം അവിടുത്തെ ശബ്ദം കേൾക്കും. അപ്പോൾ അത് വിവിധ സമയത്താണെന്ന് മാത്രം. കർത്താവിൻ്റെ രഹസ്യ വരവിൽ തൻ്റെ വിശുദ്ധന്മാർ, തൻ്റെ സഭ, അവർ മരിച്ച ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും. ഇതെല്ലാം നമ്മൾ അറിയുന്നില്ലേ? അവിടത്തേക്ക് മാത്രമേ മരിച്ചൊരു വ്യക്തിയെ ജീവിപ്പിക്കാൻ കഴിയൂ. അവിടുന്ന് മാത്രമാണ് പുനരുത്ഥാനവും ജീവനും. ജീവൻ തരുന്ന, നമ്മളെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഒരേ ഒരുവൻ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു യോഹന്നാൻ 14:6, വഴിയും സത്യവും ജീവനും ഞാനാവുന്നു. അപ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാവുന്നു. അപ്പോൾ കർത്താവല്ലാത്ത ഒരു വഴിയും നമ്മൾ തിരഞ്ഞെടുത്താൽ അത് ജീവനിലൂടെയുള്ള യാത്രയായിരിക്കില്ല. കർത്താവ് വഴി പറയാൻ വന്നവനല്ല, കർത്താവ് നമുക്ക് വേണ്ടി സ്വയം വഴിയായി വന്നവനാണ്. അപ്പോൾ വഴിയും സത്യവും, ക്രിസ്തു ഇല്ലാത്തവനിൽ സത്യമില്ല. അവൻ എത്ര സത്യവാനാന്ന് പറഞ്ഞാലും അത് സത്യമല്ല, അത് കള്ളമാണ്. ജീവൻ, നമ്മൾ ഇന്നിവിടെ ജീവിച്ചിരിക്കാന്നൊക്കെ പറയും, പക്ഷെ അവൻ ജീവനിലല്ല. ഇതൊക്കെ മായയാണ്, അല്പകാലത്തേക്ക് മാത്രമുള്ളത്, അതൊന്നും സത്യമല്ല. അപ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന് വെളിയിൽ അതൊന്നുമില്ലെന്ന് തന്നെയാണ് അതിൻ്റെ സാരം. മറ്റൊന്ന് നമുക്കറിയാം, യോഹന്നാൻ 15:1 കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. അപ്പോൾ യഥാർത്ഥ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെ നിലനിൽപ്പും ഫലം കായ്ക്കുന്നതിനൊക്കെ കാരണം. ഇങ്ങനെ പല പ്രസ്താവനകൾ പറഞ്ഞതിൽ ഒരു പ്രസ്താവന ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അത് യോഹന്നാൻ 10:9 ഞാൻ വാതിലാകുന്നു. അപ്പോൾ ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ പ്രസ്താവനയിൽ 7 കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണല്ലോ. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം, നമുക്കറിയാം, ഒരു വാതിലെന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും നമ്മൾ പ്രവേശിക്കുന്നത് വാതിലിലൂടെയാണ്. വാതിലില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം അത് ക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിങ്കിലേക്കുള്ള, നമ്മൾ റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഞാനത് വായിക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, ശ്രദ്ധിക്കണേ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് മുഖാന്തരം, അല്ലെങ്കിൽ കർത്താവ് എന്ന വാതിലിലൂടെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്! ഒരിക്കലും ഒരു മനുഷ്യനും ദൈവത്തിൽ അടുക്കാൻ കഴിയില്ല. കാരണം അവിടെ നിന്ന് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. നമ്മൾ 1 തിമോത്തി 6:16 വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ അടുക്കാൻ ആർക്കും കഴിയില്ല. അതിപരിശുദ്ധനായ ദൈവത്തിൽ അടുക്കുവാൻ ഒരു പാപിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് നമ്മൾ 1 തിമോത്തി 2:5 വായിക്കുന്നുണ്ടല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുയേശു തന്നെ. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ, ഈ ഒരു വാതിലിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ ആർക്കും കഴിയില്ല. വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനം അടുത്ത് ചെല്ലുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. ആ ക്രിസ്തു എന്ന വാതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിന് അടുക്കാൻ കഴിയൂ. നമ്മൾ നിത്യതയിൽ സ്വർഗത്തിലെത്തണമെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. നമ്മുടെ സ്വയപ്രയത്നം കൊണ്ട് ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഏക വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ദൈവത്തിന് അടുത്ത് ചെല്ലുവാൻ നമ്മളെന്താ വായിച്ചേ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നോക്കുക, ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം, അതിൻ്റെ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു എന്നാണ് ഇവിടെ ഈ വചനം പറയുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇത് ഏക മാർഗമാണ്. ഈ വാതിൽ എന്നുള്ളത് ഏക മാർഗമാണ്. നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും പ്രവേശിക്കണമെങ്കിൽ ഒരു വാതിൽ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? വാതിലാണ്. അതാ ഇവിടെ
പിന്നെ കർത്താവ് പറഞ്ഞില്ലേ യോഹന്നാൻ 10:9, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ വാതിലാകുന്നു, ഞാനും കൂടി വാതിലാകുന്നു എന്നല്ല പറഞ്ഞു, ഞാൻ വാതിലാകും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക വാതിലാണ് നമുക്ക് അകത്ത് പ്രവേശിക്കുവാനുള്ള ഒരേ ഒരു മാർഗം. നോക്കുക, അപ്പോൾ വാതിലില്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വാതിലിലൂടെ കടക്കുന്നവനാണ് യഥാർത്ഥ വ്യക്തി. അതിന്റെ പിന്നെ കർത്താവ് അതിന്റെ യോഹന്നാൻ 10:1 പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. നോക്കണം, അവൻ മറ്റുള്ള ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വാതിലൊന്നും ആയിരിക്കില്ല നോക്കുന്നത്, അവൻ മറ്റെവിടെയെങ്കിലും നോക്കും. കാരണം വാതില് മറ്റുള്ളവരുടെ വീട്ടുകാരുടെ ശ്രദ്ധയിലുണ്ട്. വേറെ ഏതെങ്കിലും വഴിയിലൂടെ അകത്ത് കടക്കുവാൻ കള്ളന്മാർ ശ്രമിക്കും. കർത്താവ് പറയാണ്, ഞാൻ വാതിലാണ്. യേശു എന്ന ഏക രക്ഷാമാർഗം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കർത്താവിന്റെ പ്രസ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടി വേറൊരു മാർഗമില്ല. അവിടുന്ന് മാത്രമാണ് ഏക മാർഗം. അതല്ലേ പത്രോസ്ലീഹായും പെന്തക്കോസ്താണ് എന്ന് വിളിച്ചു പറഞ്ഞത്. മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണ്ടേ. അനേകരും ചിന്തിക്കുന്നത് അനേക രക്ഷാമാർഗമുണ്ടെന്നൊക്കെയാണ്. അങ്ങനെയുണ്ടോ? ഒരു മതത്തിനും ഒരു മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയില്ല. ഏക രക്ഷകൻ അത് കർത്താവായ യേശുക്രിസ്തു. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം അത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. യേശു എന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. മത്തായി 1:21, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പം യേശു എന്ന പേര് തന്നെ എത്ര ഗഹനമായ അർത്ഥമാണ്, നമ്മളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കണം, വാതിൽ ഏക മാർഗമാണ്, അത് നമുക്ക് രക്ഷാമാർഗമാണ്. ഏക രക്ഷാമാർഗം. നമ്മൾ എവിടെയെല്ലാം തീർത്ഥാടനങ്ങൾ നടത്തിയാലും എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഒന്നും നമുക്ക് രക്ഷയില്ല. ഈ ഒരു സത്യം തിരുവചനം വളരെ വ്യക്തമായും പറയുക. ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം നമുക്ക് ചിന്തിക്കേണ്ട പോലും ആവശ്യമുണ്ടോ? കാരണം ഇത് ദൈവത്തിന്റെ സത്യവചനമാണ്. അപ്പോൾ അവിടുന്ന് മാത്രമാണ് ആ രക്ഷയുടെ വാതിൽ. അല്ല, അവിടുത്തെ കൂടാതെ നമുക്ക് രക്ഷയില്ല. മറ്റോ വേറെ ഏതെങ്കിലും ഒരു പദ്ധതി നമ്മൾ അവലംബിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ മറ്റൊരു വഞ്ചനയുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുള്ള ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കിയെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ക്രൂശിലെ ആ മരണത്തെ എന്റെ പാപത്തിന്റെ ശിക്ഷയായി കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം അവിടുന്ന് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. എനിക്ക് വേണ്ടിയാണ് അവിടുത്തെ പുണ്യാഹ രക്തം ചൊരിയപ്പെട്ടത്. കാരണം രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. അവിടുന്ന് മാത്രം എന്റെ ഏക രക്ഷകൻ. മറ്റൊരു രക്ഷകനില്ല പ്രിയമുള്ളവരെ. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് ഈ വാതില് അതിന് രണ്ട് വശമുണ്ട്. എന്താണ്? ഉൾവശവും പുറം വശവും. ഉൾവശവും പുറം വശവും. ഉള്ളിലെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഈ വാതിലൂടെ കയറണം. ഇല്ലെങ്കിൽ പുറത്തുള്ള ഇരുട്ട. പുറത്തുള്ള ഇരുട്ട് എന്ന് പറയുമ്പോൾ നിത്യനരകം. നോക്കുക, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് അകത്താണോ പുറത്താണോ? ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഇന്ന് ഉള്ളിലാണോ അതോ പുറത്താണോ? നമുക്കറിയാം, ഇത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എബ്രായലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഞാനിതിപ്പോൾ വായിക്കത്തില്ല, നിങ്ങൾക്കറിയാം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോൾ ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടും വലിയ രക്ഷ. മനുഷ്യനെ ദൈവം സ്നേഹിച്ചത് തന്റെ ഏകജാതനായ പുത്രനെ നൽകിയ.
ദൈവത്തോടും വലിയ രക്ഷയാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ രക്ഷയ്ക്കുള്ളിൽ നമ്മൾ ആയില്ല എങ്കിൽ നമ്മൾ പിന്നെ ശിക്ഷയില്ല. എവിടെ പോകും? നിത്യ നരകം. വേറെ സ്ഥലമില്ല പ്രിയമുള്ളവരെ. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആധികാരികമായി പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തുവാകുന്ന വാതിലിന് രണ്ട് വശമുണ്ട്. ഉൾവശമുണ്ട്, പുറം വശമുണ്ട്. പുറം വശം എന്ന് പറയുന്നത് ഇരുട്ടാണ്, അന്ധകാരമാണ്. അതിനാ നരകമെന്ന് വിളിക്കുന്നത്. എന്നാൽ ഉൾവശം എന്ന് പറയുന്നത് അത് സ്വർഗീയ സന്തോഷമാണ്, സ്വർഗമാണ്. അത് ദൈവത്തോടുള്ള വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധത്തിന്റെ ആ അഗ്നിയിൽ അവൻ നിത്യത കഴിക്കേണ്ടി വരും. ഭയങ്കരമല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യം, ഈ വാതിലിന് രണ്ട് വശമുണ്ട്, ഉൾവശവും പുറം വശവും. നാലാമത്തെ കാര്യം, ഈ വാതിൽ എന്നുള്ളത് ഒരു ചുവട്ടടി മാത്രമേ ഉള്ളൂ. ഈ വാതിൽ കിടക്കാന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യത്തിനാണോ? ഒറ്റ ചുവട്ടടി. ആ ചുവട്ടടിക്ക് നമ്മൾ പുറത്തു നിൽക്കുകയാണെങ്കിൽ അത് തീർന്നു. അയ്യോ, ഞാൻ ആ വാതിലോട് അടുത്തായിരുന്നു, ഞാൻ വളരെ അടുത്തായിരുന്നു, ഒറ്റ ചുവട്ടടിയിൽ തെറ്റി പോയി. അല്ലേ? ഒരിക്കലും ഒരു ശാസ്ത്രി വന്ന് കർത്താവിനോട് സംസാരിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം ഞാനത് വായിക്കാം, അതിന്റെ 12-ാം അധ്യായം. മർക്കോസ് അതിന്റെ 12-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യമാണ്. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാവുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തരുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമത്തെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. നോക്കണം, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന അകത്തല്ല. മനസ്സിലായോ? അകന്നവനല്ല, അടുത്ത ഒറ്റ ചുവട്. നോക്കുക പ്രിയമുള്ളവരെ, അനേകരും വളരെ അടുത്തുവരെ എത്തും, പക്ഷെ അവർക്ക് അകത്താകാൻ കഴിയുന്നില്ല, ക്രിസ്തുവിലാകാൻ കഴിയുന്നില്ല, ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എത്രയോ പേർ ദൈവവചനം കേട്ടിട്ട് ഇതെല്ലാം സത്യമാണെന്ന് അംഗീകരിക്കുന്നു, അല്ലേ? നിങ്ങൾ എത്രയോ പേരുടെ വചനം പറയുമ്പോൾ ഇത് സത്യമാണ്, ഞങ്ങളതൊക്കെ വിശ്വസിക്കുന്നു, പക്ഷേ അത് അംഗീകരിച്ച് അതിനുള്ളിലാകുവാൻ അവരാഗ്രഹിക്കുന്നില്ല, അവർ കഴിയുന്നില്ല. അങ്ങനെ എത്രയോ ആയിരങ്ങളാണ് പ്രിയമുള്ളവരെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അകത്താണോ പുറത്താണോ? നിങ്ങൾ വലിയ ദൂരെയൊന്നുമല്ല, വളരെ അടുത്തുമാണ്, എങ്കിലും അകത്തല്ല. ഈ അവസ്ഥയും വളരെ ഡേഞ്ചറാണ്. അനേകരും കർത്താവിനോട് അടുത്ത് വരാറുണ്ട്, എന്നാൽ അവർ കർത്താവിനായിത്തീരാറില്ല. നമ്മളൊന്ന് ചിന്തിക്കണേ. കർത്താവ് മാത്രമേ ഉള്ളൂ രക്ഷകൻ. കർത്താവ് എന്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, എല്ലാം അറിയാം. എന്നിട്ടും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഇത്ര അടുത്തായിരുന്നു, ഇത്രയും നല്ല അറിവുകളൊക്കെ ലഭിച്ചതാ. ഈ ശാസ്ത്രിക്കും എല്ലാം മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ ദൈവരാജ്യത്തിൽ അകന്നവനല്ല, എന്നാൽ ഉടനെ തന്നെ അകത്താകണ്ടേ. അതായതായിട്ടൊന്നും കാണുന്നില്ല. ചിലപ്പായി കാണും പിന്നീട്.
എന്നാൽ നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ രക്ഷയുടെ അറിവെല്ലാം ലഭിച്ചില്ലേ? കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെന്ന് ഇന്ന് എത്രയോ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്കെല്ലാം ഇത് നല്ലോണം അറിയാം. എന്നിട്ടും അവർക്ക് രക്ഷാനുഭവമില്ല. വളരെ വളരെ അടുത്താണ്, എന്നാൽ അവരകത്തല്ല. ദുഃഖകരമല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ അവസ്ഥ ആകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അഞ്ചാമത്തെ കാര്യം, ഈ വാതില് എപ്പോഴും ഉടമസ്ഥനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാതെ ഒരിക്കലും നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. കർത്താവ് പറഞ്ഞു, പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. നോക്കണം, യോഹന്നാൻ 6:44. അതിന്റെ 65 കർത്താവ് പറഞ്ഞു, പിതാവ് വരം നൽകിയിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. ചിന്തിക്കാൻ പറ്റില്ലേ? ഇത് ഈ വാതിലോട് അടുക്കുക എന്നുള്ളത് അത് ഉടമസ്ഥന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതൊരു വലിയ കാര്യമല്ലേ? ഇന്ന് ഈ യഥാർത്ഥമായ അധികാരം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1 യോഹന്നാൻ 3:20 പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഈ അധികാരി നൽകിയ ഈ സ്നേഹം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ദൈവത്തിലായി തീർന്നു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? അതെ, ഈ വാതിൽ എപ്പോഴും ഈ അധികാരിയുടെ കൺട്രോളിലാണ്. ആറാമത്തെ കാര്യം, ഈ വാതിൽ സുരക്ഷിതമാണ്. എന്ന് പറഞ്ഞാല് ഈ വാതിലിൽ നമ്മൾ അകത്താണെങ്കിൽ നമുക്ക് കള്ളന്മാരെയോ കൊടുങ്കാറ്റിനെയോ മറ്റെന്തെങ്കിലും പ്രതികൂലത്തെയോ ഭയപ്പെടേണ്ടതില്ല. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് റോമർ 8:1 വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എത്ര അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ വാതിലിന് അകത്താണെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്, ഭദ്രമാണ്, ഭയപ്പെടാനില്ല. ചിന്തിക്കാൻ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വാതിലിന് പുറത്താണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ല. അവർ മരണാനന്തരം നിത്യാത്മയിലേക്ക് പോകും. എന്നാൽ നാം ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ഭാഗ്യകരമായ മറ്റൊരവസ്ഥയില്ല. ഏഴാമത്തെ കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ വാതിൽ അടയ്ക്കാനുള്ളതാണ്. ഈ വാതിൽ എപ്പോഴും ഇങ്ങനെ തുറന്നു കിടക്കുകയില്ല, അതൊരിക്കൽ അടയപ്പെടും. നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിന് എത്ര വാതിലുണ്ടായിരുന്നു? ഒരു വാതില്. അതെന്തിനെ കാണിക്കുന്നതാ? കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാ. നമ്മൾ ഉൽപ്പത്തി 7:14 വായിക്കുന്നുണ്ട്, ദൈവം വാതിൽ അടച്ചു. എന്തുപറ്റി? ദൈവം വാതിൽ അടച്ചു. ഇവിടെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ആർക്കും പ്രവേശിക്കാം. ഇപ്പോൾ തുറക്കപ്പെട്ട് കിടക്കുക. ആർക്കും ഈ രക്ഷകരെ സ്വീകരിച്ച് നമുക്ക് നിത്യതയുടെ തുറമുഖത്തെത്താനായിട്ട് അകത്താകാൻ കഴിയും. എന്നാൽ ഒരിക്കൽ ഈ വാതിൽ അടയും. ആ ബുദ്ധിഹീനരായ കന്യകമാര് എണ്ണ മേടിക്കാൻ പോയപ്പോൾ 10:25 വായിക്കുന്നു, വാതിലടച്ചു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വാതിൽ അടയുമെന്ന്. എന്നാൽ അവർ വന്നപ്പോൾ വാതിൽ അടഞ്ഞിരിക്കുന്നു. അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും വളരെ ജാഗരൂകരായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ കൃപായുഗത്തിന്റെ വാതിൽ അടയാൻ സമയമായി. നമ്മൾ ഇന്ന് കൃപായുഗത്തിലാണ്. ഇന്ന് ആർക്കും കൃപയാലുള്ള രക്ഷ സ്വന്തമാക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ വാതിലടയാറായി. ഏത് സമയത്തും കർത്താവ് വരും, തന്നെ വിശുദ്ധന്മാരെ ചേർക്കും. അതോടുകൂടി കൃപായുഗം അവസാനിക്കും. പിന്നെ മഹോദരവകാലം ആരംഭിക്കും. നമ്മൾ ചിന്തിക്കണേ, നമുക്ക് വേണ്ടി ക്രൂശിൽ ഒരുക്കിയ ഈ വലിയ രക്ഷ, അതിനോട് നമുക്ക് വേണ്ടി നിത്യജീവൻ, സ്വർഗം, ആ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുക. ഇപ്പോൾ ആ വാതിൽ അടയുന്നതിന് മുൻപ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഈ രക്ഷാനുഭവം പ്രാപിക്കാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം. ഏക വാതിലുള്ള പ്രിയമുള്ളവരെ, മറ്റൊരു വാതിലില്ല. ഏക നാമം, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. നമുക്ക് ഇന്ന് ആ സത്യത്തെ വിശ്വസിക്കുവാൻ, അംഗീകരിക്കുവാൻ, അതിലൂടെ ഞാൻ ഇന്ന് അകത്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ
നമുക്ക് കഴിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ ലളിതമായി പറഞ്ഞത് കർത്താവിൻ്റെ ഒരു പ്രസ്താവനയാണ്, ഞാൻ വാതിലാകും. അപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ ആ വാതിൽ അത് പ്രവേശന വാതിലായി എനിക്ക് തീർന്നിട്ടുണ്ടോ? ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചോ? 2, ആ വാതിൽ മാത്രം ഏക മാർഗമാണ്. എനിക്ക് ശിക്ഷാവധിയിൽ നിന്നും വിടുവിക്കപ്പെടുവാനുള്ള ഏക മാർഗം അത് ക്രിസ്തു എന്ന ഏക മാർഗമാണ് എന്ന് മനസ്സിലാക്കി ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 3, ആ വാതിലിന് ഇരുവശമുണ്ട്. ഞാൻ ആ വാതിനകത്തോ അതോ പുറത്തോ? പുറത്താണെങ്കിൽ നിത്യനരകം, അകത്താണെങ്കിൽ സുരക്ഷ, ശിക്ഷാവിധി ഇല്ലാത്ത നിത്യതയുടെ ഉറപ്പുള്ള ഒരു ജീവിതം. 4, ആ വാതില് കിടക്കുവാൻ ഒരു ഒറ്റ ചുവട്ടടിയുടെ ദൂരം മാത്രം. ഇന്ന് എത്രയോ അടുക്കെ ഈ രക്ഷ നമുക്ക് എത്തി. എന്നാൽ നമ്മൾ ആ വാതിനകത്താണോ? ഈ രക്ഷകനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞോ? ഈ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ലെന്ന് അറിഞ്ഞിട്ടും ഈ അറിവ് നമുക്ക് യഥാർത്ഥമായിട്ടും അനുഗ്രഹമായി മാറിയോ? അതോ നമ്മളെ ചീർപ്പിക്കുകയാണോ ചെയ്തേ? എനിക്കെല്ലാം അറിയാവുന്ന ഭാവത്തിൽ നമ്മൾ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്ത അവസ്ഥയാണോ? 5, ഈ വാതിൽ യജമാനാൽ നിയന്ത്രിക്കപ്പെടുക. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചതല്ലേ? ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിച്ചതല്ലേ? ഈ സത്യം അറിയാനായിട്ട് ദൈവം നമുക്ക് അവസരം ഒരുക്കിയില്ലേ? ദൈവം നമ്മളെ സഹായിച്ചതാണ്. വളരെ രക്ഷകന്റെ നിയന്ത്രണത്തിലാണ് പ്രിയമുള്ളവരെ ഈ വാതിൽ. 6 നമ്മൾ കണ്ടത് അതിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഈ വാതിലൂടെ അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഭാരപ്പെടേണ്ടതില്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ എല്ലാ പാപക്കറകളും മാറ്റി നമ്മളെ കർത്താവ് വിശദീകരിച്ചു. ഏകയാഗത്താൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശുദ്ധിയുള്ളവരാക്കി നമ്മളെ തീർക്കുവാൻ അതിന് കഴിയും. അവസാനം നമ്മൾ വായിച്ചു, ഈ വാതിലടയും. ഒരു ദിവസം ഈ വാതിലടയും. നോഹയുടെ വാതിലടഞ്ഞ ശേഷം എത്രയോ പേർ വന്ന് മുട്ടിക്കാണും. പക്ഷേ തുറക്കപ്പെടുകയില്ല. ഉദയീനരായ കന്യകമാർ വന്ന് മുട്ടി. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയാനിടയായി. ഇപ്പോൾ ഈ കൃപായുഗത്തിൽ എല്ലാവർക്കും വേണ്ടി ഈ രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുക. ഇനിയും ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്നവർക്ക് ഈ ഉറപ്പില്ലെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയട്ടെ, ഇതാ ഈ തുറന്നു കിടക്കുന്ന വാതിൽ അടയുന്നതിന് മുൻപേ ഈ രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവവചനായി തീർന്നുകൊണ്ട് എനിക്കും ഈ രക്ഷയുടെ പാത്രമായി തീരാൻ കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് വരുത്തി കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനുള്ളവരായി ജീവിപ്പാൻ, പൂർണ്ണ പ്രത്യാശ ജീവിപ്പാൻ ഈ വചന കേൾവി എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മാത്രമല്ല മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.